പിണറായി വിജയന് പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല. അദ്ദേഹം എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെയാണ് കാര്യങ്ങൾക്ക് അദ്ദേഹം സംസാരിക്കുകയും മറുപടി പറയുകയും ചെയ്യുന്നത്. അദ്ദേഹം വളരെ സമയമെടുത്തും ആലോചിച്ചും ഓരോ വാക്കും വാചകവും പറയുന്ന ആളാണ്. നമ്മളെപ്പോഴും ന്യൂസ് റൂമിൽ പറയുമല്ലോ, ബൈറ്റ് കട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം പിണറായി വിജയൻ്റെതാണ്. കാരണം ആവശ്യമില്ലാത്തൊരു വാക്ക് അതിലുണ്ടാവില്ല, അനാവശ്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു കാര്യം പറഞ്ഞ് കാട് കയറി പോവില്ല, പറയേണ്ട കാര്യങ്ങളെ പറയൂ. പക്ഷേ അതിന് അദ്ദേഹം നല്ല ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശൈലിയിലോ അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളിലോ ഒന്നും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് ഞാൻ കാണുന്ന ഒരു കാര്യം. അതിനെക്കുറിച്ച് ആളുകൾക്കുള്ള ഒരു കൺസേൺ CPIMകാർക്കും ലെഫ്റ്റിലുള്ളവർക്കും ഉള്ള ഒന്ന് ഇപ്പുറത്തിരിക്കുന്ന ആരാണ്. ഇന്ന് നോക്കൂ, എല്ലാവരും ഉദ്വേഗത്തോടെ കാത്തിരുന്നു. VD സതീശൻ വന്നിട്ട് ED റെയ്ഡിനെ കുറിച്ച് എന്ത് പറയും, വന്ദേ മാതരത്തെക്കുറിച്ച് എന്ത് പറയും, അല്ലെങ്കിൽ ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് എന്ത് പറയും, അദ്ദേഹത്തിനെതിരെ പോസ്റ്റ് ഇട്ടവരെ സസ്പെൻഡ് ചെയ്തതിനെക്കുറിച്ച് എന്ത് പറയും. എല്ലാ ചോദ്യത്തെയും വളരെ കൂളായിട്ട് നേരിടുകയും വളരെ ടാക്ടിക്കലി ഇതിനെല്ലാം മറികടന്ന് പോവുകയും ചെയ്യുന്ന ഒരു മികച്ച കമ്മ്യൂണിക്കേറ്ററാണ് നമ്മൾ കണ്ടത്. ആരെ? VD സതീശനെ ഒരു തരത്തിലുള്ള ഏതെങ്കിലും ഭയാശങ്കകളില്ലാതെയാണല്ലോ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം കൂളായി അവസാനിപ്പിച്ച് പോവുകയും ചെയ്തു. ചില ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളെപ്പോലും അദ്ദേഹത്തിന് നിശബ്ദരാക്കാൻ കഴിയുന്ന മറുപടികൾ പറയാൻ പറ്റി. സോ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേറ്ററോടാണ് ഇപ്പുറത്ത് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പരമ്പരാഗത ശൈലി അവലംബിക്കുന്നത് എന്ന പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗം പുറത്തു വരുമ്പോൾ അതിനകത്ത് ഏറ്റവും ശക്തമായ ഭാഷയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിലെ കുഴപ്പങ്ങൾ എടുത്തു പറഞ്ഞ് ആക്രമിക്കുക എന്ന് പറയുന്ന സംഗതി പ്രധാനപ്പെട്ടതാണ്. അതിൽ ഇപ്പോൾ ഒരു നയരാഹിത്യം നിറഞ്ഞ നയപ്രഖ്യാപനമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പോയിന്റിലൊന്നും ഞാനൊരു പ്രശ്നം ഉന്നയിക്കുന്നില്ല. പക്ഷേ അത് ഡെലിവർ ചെയ്യുന്ന ശരീരഭാഷയും ഉപയോഗിക്കുന്ന ശൈലിയുമൊക്കെ പ്രധാനപ്പെട്ടതാണ്. ആ ആളുകളെ എന്ത് ചെയ്യാൻ പറ്റണം? ആളുകൾക്കിടയിൽ ഒരു ഗ്രിപ്പുണ്ടാക്കാൻ കഴിയുന്ന, ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രയോഗങ്ങളും ശരീരഭാഷയും പോലെയുള്ള സംഗതി ഇതിൽ പ്രധാനമാണ്. മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു ചെയറിലിരുന്നു കൊണ്ട് അധികാര കസേരയിൽ നിന്ന് പറയുന്നത്, അതിന് ഭരണാധികാരത്തിൻ്റെ സ്വഭാവമുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയും അവതരിപ്പിക്കാം. കാരണം ഭരണാധികാരത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമേ വാല്യൂ ഉള്ളൂ. എങ്ങനെ പറയുന്നുള്ളത് പ്രസക്തമല്ല. വേണമെങ്കിൽ അദ്ദേഹത്തിന് കുറിപ്പിറക്കാം, അദ്ദേഹത്തിന് വേണമെങ്കിൽ വളരെ താഴ്ന്ന ശബ്ദത്തിൽ പറയാം. പറയുന്നതിനെല്ലാം അധികാരത്തിൻ്റെ വാല്യൂ ഉണ്ട്. ഇപ്പുറത്തേക്കുന്ന ആൾക്ക് അതില്ല. അത് പറയുന്നതിന് അതിൻ്റെ ഫോഴ്സും പറയുന്നതിൻ്റെ ലാംഗ്വേജും എല്ലാം അത് ഇമ്പാക്റ്റ് ചെയ്യുന്നതിന് പ്രധാനമാണ്. കാരണം അതിന് ഭരണാധികാരത്തിൻ്റെ ആനുകൂല്യമില്ല. സോ അതുകൊണ്ട് അത് രണ്ട് സമയത്ത് ഉപയോഗിക്കേണ്ട രണ്ട് ഭാഷയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ എവിടെയും മൈക്ക് വെച്ചാൽ അവൈലബിൾ ആയിരുന്ന VD സതീശൻ അപ്പുറത്ത് പോയിട്ട് എല്ലായിടത്തും മൈക്ക് വെക്കേണ്ടെന്ന സന്ദേശം എന്താണ്? ഇപ്പം ഞാൻ മുഖ്യമന്ത്രിയാണ്, അത്രയും അവൈലബിലിറ്റിയുടെ ആവശ്യമില്ല. ഇല്ല, ശരിയാണ്, അദ്ദേഹത്തിന് അവൈലബിലിറ്റി എപ്പോഴൊക്കെ കിട്ടുന്നു അപ്പോഴൊക്കെയും അതിന് വാല്യൂ ഉണ്ട്. ഇപ്പുറത്ത് അങ്ങനെയല്ല, പരമാവധി അവൈലബിലിറ്റി കൊടുക്കണം. നിങ്ങൾ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കണം. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് അവൈലബിൾ ആണെങ്കിൽ ഉച്ചയ്ക്ക് കൊച്ചിയിൽ അവൈലബിൾ ആയിരിക്കണം. അങ്ങനെ നിങ്ങൾ നിരന്ന VS അച്യുതാനന്ദനെയൊക്കെ ഓർമ്മയില്ലേ, VD സതീശനെ മുമ്പുള്ള പ്രതിപക്ഷ നേതാക്കളെല്ലാം. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന ദൗത്യം കുറച്ചുകൂടി ശാരീരികവും മാനസികവുമായിട്ടുള്ള അധ്വാനം ആവശ്യപ്പെടുന്ന ഒന്നാണ്, നിരന്തരമായ പുതുക്കലുകൾ ആവശ്യപ്പെടുന്ന ഒന്നാണ്. ഇപ്പോൾ നോക്കൂ, VD സതീശൻ ഒരു ചിരി കൊണ്ട് വൈറലാവുന്നു. ആ ചിരി ഉപയോഗിച്ചിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോഴത്തെ വെൽക്കം സോങ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത്തവണ രസമുള്ള പാട്ടാണ്. അപ്പോൾ പുതിയ സാധ്യതകളിലേക്കും സങ്കേതങ്ങളിലേക്കും ഭരണകൂടം തന്നെ പ്രവേശിച്ചിരിക്കെ അവരെ പിടിച്ചിടാൻ, അതേ സങ്കേതങ്ങൾ അവലംബിക്കാനും അതിനെ ആവേശിക്കാനും കഴിയുന്ന നേതൃത്വം ഉണ്ടാവുക പ്രധാനമാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ ഞാൻ ഒരു നിലയ്ക്കും കുറച്ച് കാണില്ല. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ CPIMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം പാർട്ടി എന്ന നിലയ്ക്ക് ആ പാർട്ടിയെ കൊണ്ടു നടക്കുന്നതിലും അതിനെ നിലനിർത്തുന്നതിലുമെല്ലാം പ്രധാനപ്പെട്ട പങ്കാളിത്തമാക്കിയതൊരാളാണ്. കേരള രാഷ്ട്രീയത്തിന് മാത്രമല്ല, കേരളത്തിൻ്റെ ഭരണരംഗത്തും കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തും കേരളത്തിൻ്റെ സാമൂഹ്യ പരിസരത്തുമെല്ലാം വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ 10 വർഷം മികച്ച ഒരു ഭരണകാലം അദ്ദേഹം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം കേരളത്തിന് ഇനിയും വിസ്മരിക്കാൻ കഴിയാത്ത ഒന്നാണ്. പക്ഷേ അതിന് അദ്ദേഹത്തിന് ഏതിനും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവണം. ആ ടേണിംഗ് പോയിന്റിൽ നിൽക്കവേ അദ്ദേഹം വീണ്ടും ആ ദൗത്യം എടുക്കുന്നതിൻ്റെ ദൗർബല്യങ്ങൾ പ്രകടമാകുമെന്നാണ് നിർഭാഗ്യവശാൽ എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം. അതാണ് ലെഫ്റ്റിലുള്ള ആളുകൾ വളരെ